ഉമ്മ കൊടുക്കലും കെട്ടിപ്പിടുത്തം കഴിഞ്ഞെങ്കിലേ ഒന്ന് മാറി നിൽക്കുമോ? ബാക്കിയുള്ളവർക്കും കൂടി ഇതിനകത്ത് കയറണം. ഇന്റർവ്യൂ കഴിഞ്ഞ് നാട്ടിലേക്കുള്ള ലാസ്റ്റ് ട്രെയിൻ മിസ്സാവാതിരിക്കാൻ ഓടിപ്പിടഞ്ഞ് ട്രെയിനിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് വാതിൽക്കൽ ഒരുവൾ അവളുടെ കൂട്ടുകാരികളെ കെട്ടിപ്പിടിച്ച് മിസ് യു പറഞ്ഞ് ഉമ്മ വയ്ക്കുന്നത് കാണുന്നത്. വിശപ്പും നിരാശയും എല്ലാം കൂടെ ആയപ്പോൾ പരിസരം പോലും നോക്കാതെ അവൾക്ക് നേരെ അതും പറഞ്ഞ് അവൾ തള്ളിമാറ്റി. സീറ്റ് നമ്പർ കണ്ടെത്തി കയ്യിലെ ബാഗും മടിയിൽ വെച്ച് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുന്നത് നോക്കി ഞാനിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ ബാംഗ്ലൂരിൽ എത്തിയതാണ്. ഇന്റർവ്യൂ വളരെ നല്ലതായിരുന്നു കൊണ്ട് തന്നെ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. പോരാത്തതിന് സഹിക്കാൻ കഴിയാത്ത വിശപ്പും. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് വൈകിയിരുന്നു. ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടിയതുമില്ല. എന്നാലും ആ പെൺകുട്ടിയുടെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒറ്റ നോട്ടത്തിൽ മലയാളിയാണെന്ന് തോന്നില്ലെങ്കിലും അവളുടെ ആ ദഹിപ്പിക്കുന്ന നോട്ടത്തിൽ ഞാൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായി എന്ന് വേണം കരുതാൻ. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. കഴിക്കാൻ കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടണം. ഭാഗ്യത്തിന് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. പക്ഷേ പുറത്തെ കാഴ്ചകൾ കണ്ട് ട്രെയിൻ യാത്ര ആസ്വദിക്കണമെങ്കിൽ ഭക്ഷണം കഴിച്ചേ മതിയാവൂ. കമ്പാർട്ട്മെന്റിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്നവരെയും കാത്ത് ഇമ വെട്ടാതെ ഞാൻ നോക്കിയിരുന്നു. സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നീങ്ങി തുടങ്ങിയതും വലിയ ബാഗും പിടിച്ച് നേരത്തെ വാതിൽക്കൽ കണ്ടവൾ എൻ്റെ നേർക്ക് നടന്നു വരുന്നു. അവൾ വരുന്നത് നേരത്തെ പറഞ്ഞതിന് മറുപടി പറയാനാവുമോ എന്ന് ഒരല്പം ഭയന്ന് ക്ഷീണം അഭിനയിച്ച് ഉറങ്ങുന്ന പോലെ ഞാൻ കണ്ണുകളടച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞിട്ട് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ അവൾ തിരികെ അവളുടെ സീറ്റിലേക്ക് പോയി കാണുമെന്ന് വിചാരിച്ച് ഞാൻ പതിയെ കണ്ണു തുറന്നു നോക്കി. അവൾ എൻ്റെ എതിർവശത്തെ സീറ്റിലിരുന്ന് ഹെഡ്സെറ്റ് ചെവിയിലും തിരികെ പുറം കാഴ്ചകൾ ആസ്വദിച്ചിരിപ്പാണ്. ചിലപ്പോൾ അവൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനും ബാഗിൽ നിന്ന് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഹെഡ്സെറ്റിൻ്റെ കുരുക്കഴിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനിടയിലും സമൂസയെ വടയെ എന്നൊരു വിളിക്കായി ഞാൻ കാതോർത്തിരുന്നു. നേരം ഒരുപാടായിരിക്കുന്നു. ഭക്ഷണമായി ആരും തന്നെ ഈ വഴിക്ക് വന്നതുമില്ല. ഇന്ന് നാട്ടിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളതുകൊണ്ടാവും ഈ ട്രെയിനിൽ തിരക്കുമില്ല. കമ്പാർട്ട്മെന്റിൽ ഞാനും ആ പെൺകുട്ടിയും മാത്രമായി. കയ്യിൽ കരുതിയുന്ന വെള്ളം കുടിച്ച് വിശപ്പിനെ ശമിപ്പിക്കാൻ ഞാൻ പായശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇയാൾക്ക് എന്താ പ്രശ്നം? ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ്. ആരുടെയെങ്കിലും ശബ്ദം കേട്ടാൽ തലങ്ങും വിലങ്ങും തലതിരിച്ച് നോക്കുക, ഓരോന്ന് പിറുവിറുക്കുക. അവളോട് പെട്ടെന്നുള്ള ചോദ്യം എന്നിൽ ദേഷ്യമുണ്ടാക്കിയെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ള ശക്തി പോലും അപ്പോഴെനിക്കില്ലായിരുന്നു. ഇയാളെന്താ മിണ്ടാത്ത്? ഇനി പെൺകുട്ടിയോട് മോശമായിട്ട് മാത്രമേ സംസാരിക്കാൻ അറിയുള്ളൂ. തൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പൊരുത്തക്കേട് എനിക്ക് വന്നപ്പോൾ മുതൽ തോന്നിയിരുന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്, സൈക്കോകൾ ഒരിടത്ത് ഒരുപാട് സമയം സ്വസ്ഥമായിട്ട് ഇരിക്കില്ല എന്നും ആ ഒരു പിച്ചുമ്പയും പറയുന്നു. അതും കൂടെ കേട്ടപ്പോൾ എൻ്റെ സകല നിയന്ത്രണവും കൈവിട്ടുപോയി. അതെ, സൈക്കോ നിന്റെ അച്ഛനാണ്. എന്നെ കാണുമ്പോൾ പേടിയാണെങ്കിലേ ഇവിടെ ഇരിക്കാതെ മറ്റെവിടെയും പോയിരിക്കടി. മര്യാദക്ക് സംസാരിക്കണം. എന്നോട് ഇവിടുന്ന് മാറിയിരിക്കാൻ പറയാൻ ട്രെയിൻ എന്താ ഇയാളുടെ കുടുംബസ്വത്താണോ? പെൺകുട്ടിയോട് മാനിയിട്ട് സംസാരിക്കാൻ അറിയാത്ത തെണ്ടി നിന്റെ. എൻ്റെ പൊന്നുമോളെ ഒന്ന് മിണ്ടാതിരിക്കുമോ പ്ലീസ്? എനിക്ക് വയ്യ തന്നോട് വഴക്കിടാൻ. എൻ്റെ പൊന്നുമോളോ? ഞാനെപ്പോഴാടാ തൻ്റെ പൊന്നുമോളായത്? ഒന്ന് വായടച്ചിരിക്കോ കുരിപ്പേ. മനുഷ്യനിവിടെ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. അതിൻ്റെ ഇടയിലാണ് പട്ടിയെ കല്ലെടുത്തെറിഞ്ഞ പോലെ കിയാപ്പിയാന്ന് ഓടിയിടുന്ന ഒരു സാധനത്തിനടുത്ത് സീറ്റ് കിട്ടിയത്. ഇനി നീ വാ തുറന്ന നീ നേരത്തെ പറഞ്ഞ സൈക്കാവും ഞാൻ. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തിടും നിന്നെ. ഞാൻ പറഞ്ഞത് കേട്ട് പേടിച്ചാണോ അതോ എൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ടാണോ എന്നറിയില്ല. പിന്നെ അവളൊന്നും മിണ്ടിയതേയില്ല. അതെ, എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട്, അത് ഞാൻ തരാം. പക്ഷേ എന്നോട് സോറി പറയണം. എന്നാൽ മാത്രമേ ബിസ്ക്കറ്റ് തരികയുള്ളൂ. ആർക്ക് വേണം നിന്റെ പട്ടി ബിസ്ക്കറ്റ്? എനിക്കൊന്നും വേണ്ട. പിന്നെ സോറി അതാദ്യം പറയണമെന്ന് കരുതിയാ. ഇനിയിപ്പോൾ സോറി പറയാൻ മനസ്സില്ല. അല്പസമയത്തെ നിശബ്ദതക്കൊടുവിൽ അവളാണത് പറഞ്ഞത്. പാണ്ഡ്രി ജീവനക്കാർ സാലറി ചൊല്ലി സമരത്തിലാണെന്നും യാത്രക്കാർ ഭക്ഷണവും വെള്ളവും സ്റ്റേഷനിൽ നിന്ന് വാങ്ങി കരുതി വെക്കണം. സ്റ്റേഷനിൽ മുഴുവൻ പല ഭാഷയിലായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് എക്സ്പ്രസ് ആയതുകൊണ്ട് അധികം സ്റ്റേഷനിലൊന്നും നിർത്തുകയില്ല എന്ന്. ഇതൊന്നും അറിയാതെ ഭക്ഷണം ഇപ്പോൾ വരുമെന്ന് കരുതി ഇത്ര നേരം കാത്തിരുന്ന എൻ്റെ തലക്കിട്ട് കിട്ടിയ അടിയായിരുന്നു അവിടെ ആ വാക്കുകൾ. സോറി. എന്തോന്ന് സോറി എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് തരാമെന്ന് പറഞ്ഞില്ലേ? അതിന് എൻ്റെ കയ്യിലുള്ള പട്ടി ബിസ്ക്കറ്റ് അല്ലേ? നിങ്ങളെപ്പോലൊരു മാനിനി ബിസ്ക്കറ്റ് കഴിക്കാന്നൊക്കെ വെച്ചാൽ കുറച്ചിലല്ലേ? ഇനി ചിലപ്പോൾ ഇതിൽ മയക്കുമരുന്ന് കലർത്തി നിങ്ങളെ മയക്കി കിടത്തി നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഞാൻ മോഷ്ടിച്ചു കൊണ്ടുപോയാലോ? ഇയാളെന്നെ കളിയാക്കാണോ? ഞാൻ വേണമെങ്കിൽ ആ ബിസ്ക്കറ്റിന് 2 ഇരട്ടി പണം തരാം. എന്താ അത് മതിയോ? എന്താ ഇയാളുടെ ഈ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. വിശന്ന് വലഞ്ഞിരുന്നാലും അഹങ്കാരത്തിന് യാതൊരു കുറവും കാണിക്കരുത്. 2 ഇരട്ടി പണം തരാമെന്ന് പറഞ്ഞാലും ഇനി നാട്ടിലെത്താൻ മണിക്കൂറുകളുണ്ട്. ഇയാളെങ്ങാനും വിശന്നെത്താ ശവത്തിന് കാവലിരിക്കേണ്ടി വരുമെന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ തരാം. കുറച്ച് ദേഷ്യത്തിലാണെങ്കിൽ പോലും അവൾ എനിക്ക് ബാഗിൽ നിന്നും ബിസ്ക്കറ്റ് എടുത്ത് തന്നു. നിമിഷ നേരം കൊണ്ട് കവർ കാലിയാക്കി കുപ്പിയിൽ അവശേഷിക്കുന്ന വെള്ളം കുടിക്കുന്ന കണ്ട് അവൾ ആശ്ചര്യത്തോടെ എന്നെ തന്നെ നോക്കിയിരുന്നു. എടോ, ഒരു ഫോർമാലിറ്റിക്കാണെങ്കിലും എന്നോടൊന്ന് വേണോന്ന് ചോദിക്കായിരുന്നു. എന്തൊരു ദുഷ്ടനാടോ താൻ. എൻ്റെ ചമ്മിയ മുഖം കണ്ടിട്ടാവും അവളൊന്ന് ചിരിച്ചു. ഞാൻ വെറുതെ പറഞ്ഞാടോ, ഇപ്പോൾ വിഷമം അറിയില്ലേ? ഇനി കുറെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അതിന് തരാം, അപ്പോൾ ഓക്കെ ആവും എന്നവൾ പറഞ്ഞപ്പോൾ എൻ്റെ വിശപ്പകറ്റിയവളായതുകൊണ്ടാണോ എന്നറിയില്ല, പേര് പോലും അറിയാത്ത അവളോട് എനിക്ക് മനസ്സിലൊരു ഇഷ്ടം തോന്നി തുടങ്ങി. കേട്ടുമടുത്ത പാട്ടുകളും ഒരുപാട് തവണ വായിച്ച പുസ്തകവും യാത്രയെ വല്ലാതെ ബോറടിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് പറയടോ.
എന്നവൾ എന്നോട് പറഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാതെ അങ്കലാപ്പിലായത് ഞാനാണ്. എൻ്റെ പേര് വിഘ്നേഷ്. അടുപ്പമുള്ളവരെന്നെ വിക്കിയെന്ന് വിളിക്കും. നാട് തൃശ്ശൂരാണ്. അച്ഛൻ, അമ്മ, അതാണ് ഫാമിലി. പഠിച്ചത് ചെന്നൈയിലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ജോലിയൊന്നും ആയില്ല. ഈ യാത്ര പോലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വരുന്ന വഴിയാണ്. ഇത്രയൊക്കെ ഉള്ളൂ എന്നെപ്പറ്റി പറയാൻ. തന്നെ കണ്ടിട്ട് എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് കുറച്ച് വർഷങ്ങളായി തോന്നുന്നല്ലോ. അതോ സപ്ലി ഒരുപാടുണ്ടായിരുന്നോ? താൻ പറഞ്ഞത് ശരിയാണ്. പാസ് ഔട്ടായിട്ട് വർഷം 4 ഒറ്റയ്ക്ക് ബിസിനസ് തുടങ്ങി വലിയ നിലയിലെത്തണമെന്ന് കരുതി. അറിയാത്തതും പരിചയമില്ലാത്തതുമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്ത് വലിയ ബാധ്യത വരുത്തിവെച്ചു. ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി തെണ്ടി നടക്കുന്നു. 4 വർഷത്തെ ഗ്യാപ്പ്, അത് തന്നെയാണ് പലയിടത്തും ജോലിക്ക് തടസ്സാവുന്നത്. അതൊന്നും പറഞ്ഞാൽ തീരില്ലടൂ. താൻ തന്നെ കുറിച്ച് പറയും, കേൾക്കട്ടെ. ഞാൻ ഭാഗ്യശ്രീ. വീട്ടിൽ ശ്രീ എന്ന് വിളിക്കും. സ്ഥലം പാലക്കാടാണ്. അച്ഛൻ, അമ്മ, അനിയത്തി, അവരാണ് എൻ്റെ എല്ലാം. ബാംഗ്ലൂർ സൈബർ സെക്യൂരിറ്റി സെക്ടറിൽ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇയാളെപ്പോലെ സോഫ്റ്റ് എഞ്ചിനീയറിംഗ് തന്നെയാണ് പഠിച്ചത്. എന്നെ അടിമുടി വീക്ഷിച്ചുകൊണ്ട് എനിക്ക് തോന്നിയൊരു സംശയം ചോദിക്കട്ടെ എന്നവൾ മുഖവരിയോട് ചോദിച്ചപ്പോൾ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ചോദ്യം കേൾക്കുവാൻ ഞാനും തയ്യാറായി. കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ജോലി തേടുന്നവനായി തോന്നുന്നില്ലല്ലോ തന്നെ കണ്ടിട്ട്. ബ്രാൻഡിൽ കുളിച്ചാണല്ലോ നിൽപ്പ്. ലേറ്റസ്റ്റ് മോഡൽ ഐഫോൺ, മാക്ബുക്ക്, അങ്ങനെയെല്ലാം ബ്രാൻഡാണല്ലോ. അത് മൈ ഡാഡീസ് റിച്ച്. അച്ഛൻ 2 തലമുറ കഴിയാനുള്ള സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛൻ്റെ പേരിൽ അറിയപ്പെടാതെ സ്വന്തം കാലം നിൽക്കണമെന്ന് വെളിപാടുണ്ടായി ഇറങ്ങി പുറപ്പെട്ടതാ. ഒരു ചമ്മലോടെ ഞാൻ അത്രയും പറഞ്ഞു നിർത്തി. മിടുക്കൻ, പക്ഷെ വെളുക്കാൻ തേച്ചത് പാണ്ടായില്ലേ എന്നൊരു കമൻറ്റും പറഞ്ഞവൾ കളിയാക്കി ചിരിച്ചപ്പോൾ മുത്തുമണികൾ പൊഴിയും പോലെയുള്ള അവളുടെ ചിരിയും ചിരിക്കുമ്പോൾ പാതി ഇറുകിയടയുന്ന കണ്ണുകളും എന്നെ മറ്റേതോ സ്വപ്ന ലോകത്തേക്ക് കൊണ്ടെത്തിച്ച പോലെ തോന്നി. ഹലോ വിക്കി, നമുക്ക് ഫുഡ് കഴിച്ചാലോ? വിശന്നാ വിക്കിയല്ലാതാവും. അതിനു മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞവൾ അവളുടെ ബാഗിൽ കരുതിയ ഭക്ഷണത്തിന് പാതി പകുത്ത് നൽകിയപ്പോൾ ഇതുവരെ ഞാൻ കണ്ടതും ഇടപഴകിയതുമായ പെൺകുട്ടികളിൽ നിന്നുമെല്ലാം അവൾ തികച്ചും വ്യത്യസ്തമായി എനിക്ക് തോന്നി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ആളൊഴിഞ്ഞ സ്റ്റേഷൻ ട്രെയിൻ വലിയ ഞരക്കത്തോടെ നിശ്ചലമായി. അല്പസമയം കഴിഞ്ഞപ്പോൾ മറ്റ് കമ്പാർട്ട്മെന്റിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങി സ്റ്റേഷനിലെ ഒഴിഞ്ഞ ഇരിപ്പിടങ്ങളിൽ പോയി ഇരിക്കുന്നത് കണ്ടു. കണ്ടാൽ മലയാളിയെന്ന് തോന്നുന്ന ഒരാളോട് കാര്യം തിരക്കിയപ്പോൾ ട്രെയിനിന്റെ എഞ്ചിനെന്തോ തകരാറ്, അതാണ് ട്രെയിൻ നിർത്തിയിട്ടേക്കുന്നതെന്ന് അയാൾ പറഞ്ഞു. ഇതെല്ലാം കണ്ടും കേട്ടിരുന്ന ശ്രീ, നമുക്ക് പുറത്തിറങ്ങി അവിടെ പോയിട്ടിരിക്കാം, ട്രെയിൻ പുറപ്പെടുമ്പോൾ തിരികെ വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അത് ശരിവെച്ചു. ഞങ്ങൾ രണ്ടുപേരും ആളൊഴിഞ്ഞ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പഴക്കം ചെന്ന ഇരിപ്പിടങ്ങളിൽ അടുത്തടുത്തായിരുന്നു. ഇളം കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകള് ചെവിക്ക് പിറകിലൊതുക്കി അവൾ എൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. വിക്കി, തനിക്ക് ഫിറ്റ്സ് എന്താണെന്നറിയോ? ഈ അപസ്മാരം. ഉടനടി ഞാൻ പറഞ്ഞു, അറിയാലോ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പാവക്കുട്ടികളെ പോലെ കൈകാലുകൾ നിലത്തിട്ടടിച്ച് വായിൽ നിന്ന് പദപോലെന്തോ വരുമ്പോൾ ആരൊക്കെയോ കയ്യിൽ താക്കോൽക്കൂട്ടം പിടിപ്പിക്കുന്നത്. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യമായി പറഞ്ഞു, ചിലപ്പോഴൊക്കെ ഞാനും അത്തരത്തിലുള്ള പാവക്കുട്ടി ആവാറുണ്ട്. എന്തു പറയണമെന്നറിയാതെ അവളുടെ മുഖത്ത് പോലും നോക്കാതെ ഞാൻ സോറി പറഞ്ഞു. സോറി, അതിനൊന്നും ആവശ്യമില്ലടോ. നാളെ എൻ്റെ 17ാമത്തെ പെണ്ണുകാണൽ ചടങ്ങാണ്. അവർക്ക് എന്നെ ഇഷ്ടപ്പെടാനൊന്നും പോകണില്ല. എന്നാലും പ്രതീക്ഷ കളയാതെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വിഡ്ഢിവേഷം കെട്ടി നിന്നു കൊടുക്കും ഞാൻ. അതിനുവേണ്ടിയാണ് നാട്ടിലേക്ക് പോകുന്നത്. തനിക്കറിയോ വിക്കി, എപ്പോഴാണ് വിറയിൽ വന്ന് ശരീരം തളരുന്നതെന്നറിയില്ല. അതിനേക്കാൾ വേദനയാണ് സഹതാപത്തോടെയുള്ള ചില നോട്ടങ്ങളും അടക്കം പറച്ചിലുകളും. എൻ്റെ ബന്ധുക്കൾ തന്നെയാണ് കല്യാണം മുടക്കുന്നത്. എല്ലാവരിൽ നിന്നുള്ള ഒളിച്ചോട്ടായിരുന്നു ബാംഗ്ലൂരിലേക്കുള്ള കൂടുമാറ്റം. ഒരുപാട് ടെൻഷൻ വന്നാലും സങ്കടം വന്നാലും എനിക്ക് പേടിയാണ്. ഒരുപാട് പേടിയോടെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ വിക്കി എന്നെ ആദ്യം കണ്ടില്ലേ? ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മൊടുക്കുന്ന കൂട്ടുകാരികൾ, അവരാണ് എനിക്ക് ധൈര്യം നൽകി എൻ്റെ കൂടെ നിന്നത്. എപ്പോഴും അവരിലൊരാൾ എൻ്റെ കൂടെ ഉണ്ടാവും. റൂമിൽ എന്നെ ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കില്ല. ഇപ്പോൾ കൂടെ എവിടെ എത്തിയെന്ന് ചോദിച്ച് 100 മെസ്സേജുകൾ വന്നു കാണും. ഇങ്ങനെയൊന്നും എന്നെ ആരും നോക്കില്ലടോ. എന്തിനാണ് മറ്റൊരാൾക്ക് ഞാനൊരു ബാധ്യതയായി ജീവിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഏതൊരു പെണ്ണിൻ്റെ മനസ്സിലുണ്ടാകുന്ന വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല. ശ്രീ, അപ്പോൾ ഈ രോഗത്തിന് മരുന്നില്ലേ? കുറച്ച് നാളേക്ക് മാറ്റാൻ ഇംഗ്ലീഷ് മരുന്നിന് സാധിക്കും. പക്ഷേ ഇടയ്ക്കെപ്പോഴെങ്കിലും അത് വീണ്ടും വരും. എന്തിനോടാണെങ്കിലുമുള്ള അമിത ഭയം, ടെൻഷൻ, ഇതൊക്കെയാണ് ഈ രോഗത്തിന് കാരണം. പക്ഷേ പൂർണ്ണമായി ഈ രോഗം മാറിയിട്ടില്ല ഇന്നുവരെ. അത് പറയുമ്പോൾ അവളുടെ ഇടം കണ്ണിൽ കണ്ണുനീരിൻ്റെ തിളക്കം ഞാൻ കണ്ടു. അത് ഞാൻ കാണാതിരിക്കാനായി മുഖം മറച്ചവൾ പാൽനിലാവ് പൊഴിക്കുന്ന ചന്ദ്രനെ നോക്കിക്കൊണ്ടിരുന്നു. വലിയ ശബ്ദത്തിൽ ഹോൺ മുഴക്കി ട്രെയിൻ പുറപ്പെടാൻ പോവുകയാണെന്നുള്ള സൂചന നൽകിയപ്പോൾ യാത്രക്കാരെല്ലാവരും തിരികെ ട്രെയിനിൽ കയറി. ഒന്നും മിണ്ടാതെ ജനലിലൂടെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുന്ന അവളോട് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോഴും. പുറത്തുനിന്നും ഇടവേളകളിൽ പ്രത്യക്ഷമാവുന്ന വെളിച്ചത്തിൽ അവളുടെ മൂക്കുത്തിക്കല്ല് കുഞ്ഞു നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന കൗതുകത്തോടെ ഞാൻ നോക്കിയിരുന്നു. ശ്രീ, ട്രെയിന് പാലക്കാടെത്തുമ്പോൾ സമയം എത്രയാവും എന്നൊരു ചോദ്യത്തിലൂടെ ഞങ്ങൾക്കിടയിലുള്ള നിശബ്ദതയെ ഞാൻ ഇല്ലാതാക്കുവാനൊരു ശ്രമം നടത്തി. രാവിലെ 7 മണിക്ക് എത്താറുണ്ട്. ഇനിയിപ്പോൾ വൈകുമല്ലോ, 8 മണിക്കുള്ളിൽ എത്തുമായിരിക്കും. പാലക്കാട് എത്തുന്നതിന് മുമ്പ് അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുപോകാൻ അച്ഛൻ വരും. അതാ പതിവ്.
സമയം 11 കഴിഞ്ഞു, ഉറങ്ങിയാലോ എന്ന എൻ്റെ ചോദ്യത്തിന് വിക്കിക്ക് ഉറക്കം വരുന്നേ കിടന്നോളൂ, എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല എന്നവൾ മറുപടി പറഞ്ഞു. ഏന്തി വലിഞ്ഞ് മുകളിലെ ബർത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്ന എന്നെ നോക്കിക്കൊണ്ട്, ഇവിടെ താഴെ ഇതിനു മാത്രം സ്ഥലം ഉണ്ടായിട്ടും എന്തിനാ വിക്കി മുകളിലേക്ക് വലിഞ്ഞു കയറുന്നത്? ശ്രീ ചോദിച്ചപ്പോൾ മറുപടിയൊന്നും പറയാതെ ഒരു ചിരിയോടെ ഞാൻ മുകളിൽ കയറി കിടന്നു. മുകളിൽ കയറി കിടന്നത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അവളെ ഞാൻ പ്രണയിച്ചു പോകുമോ എന്നൊരു ഭയം കാരണമാണ് അവളിൽ നിന്നും അകന്ന് മുകളിലെ ബർത്തിലേക്ക് ഞാൻ മാറിക്കിടന്നത്. ട്രെയിനിലെ മനോഹരമായ തൊട്ടിലാട്ടത്തിലും എനിക്ക് ഉറക്കം വന്നില്ല. ചിന്ത മുഴുവൻ സ്ത്രീയെ പറ്റിയായിരുന്നു. വിക്കി, താൻ ഉറങ്ങിയോ എന്നൊരു ചോദ്യം കേട്ടതും തല താഴേക്കിട്ട് ഒരു വവ്വാലിനെ പോലെ ഞാൻ അവളെ നോക്കി. വിക്കി, തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒരു കിളി പോയ ഐറ്റാണെന്നാ കരുതിയത്. എന്നാ അല്ല കേട്ടോ, ഒരു നല്ല ക്യാരക്ടറാണ് താൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെക്കുറിച്ച് ഇത്രയും പറഞ്ഞതും. എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് തൻ്റെ മൂട് കൂടി ഞാൻ കളഞ്ഞാലേടോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഉറക്കം കളയാതെ താൻ ഉറങ്ങാൻ നോക്ക് ശ്രീ, സമയം ഒരുപാടായി. അവൾ പിന്നെയും എന്തോ ചിന്തിച്ചിരിപ്പാണെന്ന് കണ്ടപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്നു. ഇതിപ്പോൾ എന്താ ആദ്യമായിട്ട് പെണ്ണുകാണൽ ചടങ്ങിൽ നിന്ന് കൊടുക്കുന്ന പെൺകുട്ടിയെ പോലെ ടെൻഷൻ അടിക്കുന്നത്? അവർ വന്ന് ചായ കുടിച്ച് പോട്ടെ, തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരും, അതുവരെ കാത്തിരിക്കടോ. എനിക്ക് എൻ്റെ അനിയത്തിക്കുട്ടിയെക്കുറിച്ചാണ് സങ്കടം. ഞാൻ കാരണം അവളുടെ ഭാവി കൂടി. അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് ആദ്യം നോക്കിയത് അവളുടെ സീറ്റിലേക്കായിരുന്നു. അവൾ സീറ്റിൽ ചാരിയിരുന്ന് ഉറങ്ങുകയാണ്. ട്രെയിൻ കോയമ്പത്തൂർ സ്റ്റേഷൻ കഴിഞ്ഞിരുന്നു. പാലക്കാട് എത്തുവാൻ ഇനി അധിക സമയമില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ അവളെ പരിഭ്രാന്തിയോടെ തട്ടിയുണർത്തി. ഉറക്കം മതിയാവാതെ കണ്ണ് തിരുമ്മി എന്നെ നോക്കി ചിരിച്ച് അവൾ മുഖം കഴുകുവാൻ എണീക്കുകയായിരുന്നു. അവളുടെ പക്കൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചു. കുറച്ചു നേരം അവൾ തന്നെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കുന്ന കണ്ട് ഒരു പുരികമുയർത്തി എന്തെന്നവൾ ആരായുമ്പോൾ തെല്ല് പരിഭ്രമത്തോടെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അതെ ശ്രീ, സഹതാപം കൊണ്ടല്ല, എൻ്റെ ജീവനുള്ളിടത്തോളം എനിക്ക് നീ ഒരു ബാധയായി തോന്നിലിടും. ഈ ട്രെയിൻ യാത്ര അവസാനിക്കാതിരുന്നില്ലെന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ. എന്നും ഇതുപോലെ നീ എൻ്റെ കൂടെ വേണമെന്നൊരു തോന്നലാണ് അതിന് കാരണം. എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടാവില്ല എന്നാണെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഒരു ആഗ്രഹത്തിന് പോലും എൻ്റെ അച്ഛനും അമ്മയും എതിരെ നിന്നിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ എൻ്റെ ഇഷ്ടം തന്നോട് പറയണമെന്ന് കരുതിയതാണ്. ഒരു ജോലിയില്ലാതെ എങ്ങനെയാ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാന്നൊക്കെ പറയാമെന്ന് വിചാരിച്ച? അല്ലെങ്കിൽ അത് ശ്രീ വെറും ഒരു തമാശ മാത്രമായി കണ്ടാലോ എന്നുള്ള ഭയമാണ് അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ച് ഇന്ന് ഉറക്കമുണർന്ന് ഫോണിൽ സമയം നോക്കിയപ്പോഴാണ് മെയിൽ വന്നത് ഞാൻ കണ്ടത്. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ജോലി കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും ഞാൻ സെലക്ട് ആയിരിക്കുന്നു. എല്ലാവരും നിമിത്തവും തന്നെ കാണാനിടയായതും പരിചയപ്പെട്ടതും എല്ലാം. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞ് അവളെ ഞാൻ നോക്കുമ്പോൾ കണ്ണുകൾ കലങ്ങി കണ്ണുനീർ ഒഴുകുവാൻ വെമ്പി നിൽക്കുന്നതാണ് കണ്ടത്. തനിക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചും ട്രെയിൻ പാലക്കാട് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ട്രെയിൻ നിർത്തിയിട്ടും ആളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടും അവൾ എൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സ്ഥലകാല ബോധം വീണ്ടെടുത്തവൾ പതിയെ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു. അവൾ മറുപടി പറയാതെ മുന്നോട്ട് നടന്നു. ഞാൻ വല്ലാതെയായി. ഞാൻ അവൾക്ക് പിന്നാലെ ചെന്നു. അവൾ എന്നെ നോക്കി കുസൃതിയോടെ പുഞ്ചിരിച്ചു. ഒരു കുസൃതി ചിരിയോടെ അവൾ എന്നെ നോക്കി. തനിക്ക് പെൺസുഹൃത്തുക്കളുണ്ടോ വിക്കി? ഉവ്, വളരെ കുറച്ച് പേർ. എന്തോ പഠനത്തിന് ശേഷം പുതുക്കിയിട്ടില്ല പഴയ സൗഹൃദങ്ങളൊന്നും. നേട്ടോട്ടായിരുന്നില്ലേ ഒന്ന് നിവർന്നു നിൽക്കാൻ. വാട്സാപ്പിലെ കോൺടാക്ട് ലിസ്റ്റിൽ കിടക്കുന്ന 5-6 പേര് എന്നെ വിഷുവിനും ഓണത്തിനൊക്കെ ഓരോ വിഷസ് അയച്ചാലായി. ഒരു ചിരിയോടെ ഞാനത് പറഞ്ഞു നിർത്തുമ്പോൾ സ്ത്രീയുടെ മുഖത്ത് പ്രതീക്ഷിച്ച തിളക്കം കണ്ടില്ല. എങ്കിൽ ഇപ്പം താൻ എന്നോട് പറഞ്ഞ ഈ ഇഷ്ടം ആദ്യമായി ഇത്രയും നേരം തന്നെ കേൾക്കാൻ തയ്യാറായ എന്നോടുള്ള സൗഹൃദമാണെങ്കിലോ, അതിന് തൻ്റെ മനസ്സ് ഇഷ്ടമായി വ്യാഖ്യാനിച്ചതാണെങ്കിലോ? ഞാൻ അവളുടെ നെറ്റിയിലേക്ക് വീണിടക്കുന്ന നേർത്ത മുടിയിഴകൾ പതിയെ ചെവിക്ക് പിറകിലേക്ക് ചേർത്ത് വെച്ചു. പെട്ടെന്നുണ്ടായ സ്പർശനത്തിൽ അവളൊന്ന് വിറച്ചു. ആരെങ്കിലും കണ്ടോ എന്നുള്ള പരിഭ്രമം മുഖത്ത് പരന്നു. അവൾ മുഖമുയർത്തി നോക്കുമ്പോൾ കവിളിൽ തെളിഞ്ഞിരുന്ന അരുണവർണ്ണം എന്നിലും പടർന്നിരുന്നു. എൻ്റെ അച്ഛൻ അമ്മയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരാണിനും പെണ്ണിനും ലഭിക്കാവുന്ന മികച്ച പങ്കാളി എങ്ങനെ ആവണമെന്നറിയോ? പരസ്പരം കേൾക്കുന്ന, അവരുടെ കുറ്റങ്ങളും കുറവുകളും ചൂഴ്ന്ന് വ്രണപ്പെടുത്താതെ ഇഷ്ടങ്ങളറിഞ്ഞ് ആഴത്തിൽ മനസ്സിലാക്കി എന്തിനും ഏതിനും കൂടി നിൽക്കുന്നവർ. അതല്ലേ ശരിയായ പാതി? സ്ത്രീയുടെ കുഞ്ഞു മിഴികളിൽ ഒരു വെട്ടം തിളങ്ങി. ഈ പ്രണയം ഒരാൾക്ക് മറ്റൊരാൾക്ക് തോന്നാൻ അധികം സമയമൊന്നും വേണ്ടടൂ. പക്ഷേ ജീവന്റെ പാതിയാക്കാനുള്ള തോന്നൽ വിരളമായി ചിലരോട് മാത്രമേ തോന്നുള്ളൂ. അയാൾ തന്നെ കൂടെ കൂട്ടാൻ കഴിയുന്നതാണ് ഭാഗ്യമെന്നൊക്കെ പറയുന്നത്. സ്ത്രീ ഒന്നും പറയാതെ പെട്ടെന്ന് തിരിഞ്ഞടന്നു. ശ്രീ, താനൊന്നും പറഞ്ഞില്ല. പിറകെ ഓടിച്ചെന്ന് ഞാൻ ചോദിക്കുമ്പോൾ, വെറുതെ ഒരുങ്ങിക്കെട്ടി വല്ലവനും കാഴ്ച വസ്തു ആവുന്നതെന്തിനാ? തൻ്റെ ബായ്ക്കുറി ആവനാവും എൻ്റെ യോഗം.